2 ക്യാരറ്റും പാലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പൊള്ളുന്ന ചൂടില് ഏറ്റവും ഹെൽത്തി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന അടിപൊളിയുള്ള ഒരു ഡ്രിങ്കിന്റെ റെസിപ്പിയാട്ടോ. ഒരു തവണ ഒന്ന് ഉണ്ടാക്കി കഴിച്ചാലുണ്ടല്ലോ, പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിച്ചുകൊണ്ടേയിരിക്കും. അത്ര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണേ. അപ്പോൾ ദാ ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഏത് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിലും എടുക്കാട്ടോ. ഇതിപ്പോൾ നമ്മൾ വാനില ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡറിന്റെ മിക്സും അതേപോലെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ആക്കി ശരിക്കും ഒന്നും കൂടി തിളപ്പിച്ച് കുറുക്കിയെടുക്കലാണ് ചെയ്യുന്നത്. നമ്മൾ കസ്റ്റാർഡ് പൗഡറിന്റെ മിക്സ് ചേർത്തുകൊണ്ട് തന്നെ നല്ലോണം തന്നെ ഒന്നും കൂടി കുറുകി വന്നോളൂ ട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് നല്ലോണം തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാവേ. ഇനിയിപ്പോൾ വേണ്ടത് മീഡിയം വലിപ്പത്തിലുള്ള ഒരു 2 ക്യാരറ്റ് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി വേവിച്ചെടുത്തതാണ്. മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും അതേപോലെ തന്നെ ദാ അടിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള പാലും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇതിലേക്ക് നല്ലോണം തണുത്ത് വന്നിരിക്കുന്ന നമ്മുടെ കസ്റ്റാർഡ് പൗഡറിന്റെ പാലിന്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് നല്ലോണം തന്നെ ഒന്നും കൂടെ കറക്കി മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കയ്യിലുള്ള ഫ്രൂട്ട്സ് ഒക്കെയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആപ്പിളാണ് ചേർക്കുന്നത്. കൂടെ തന്നെ കുതിർത്തി വെച്ച നമ്മുടെ ചിയാ സീഡും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ആക്കി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിലും കൂടി വെച്ച് ഒന്നുകൂടി തണുപ്പിച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി നല്ല ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുക. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ.